വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങൾ. അവൻ അരുളി ചെയ്തു, മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ, പുരോഹിത പ്രമുഖന്മാർ, നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. അവൻ എല്ലാവരോടുമായി പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നെ പ്രതി സ്വജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അതിനെ രക്ഷിക്കും. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്നെ നഷ്ടപ്പെടുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ അവന് എന്തു പ്രയോജനം? കർത്താവിൻ്റെ സുവിശേഷം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് മാർച്ച് മാസം 5-ാം തീയതി ഈ രാത്രിയിൽ ദിവ്യകാരുണ്യ ഈശോയുടെ സാന്നിധ്യത്തിൽ നമ്മൾ ഈശോ പറയുന്നത് കേൾക്കാൻ ഹൃദയം തുറന്ന് ഇരിക്കുമ്പോൾ ഈശോ നമ്മോട് പറയുകയാണ്, നിങ്ങൾ എന്നെ അനുഗമിക്കുക. ഞാൻ നടക്കുന്ന വഴിയെ നിങ്ങൾ നടക്കുക. ഞാൻ നടക്കുന്നത് പോലെ നിങ്ങൾ നടക്കുക. ഞാൻ കുരിശുമെടുത്തുകൊണ്ടാണ് ഈ യാത്ര നടത്തുന്നത്. നിങ്ങളും നിങ്ങളെ തന്നെ പരിത്യജിച്ച് കുരിശുമെടുത്തുകൊണ്ട് എൻ്റെ പിറകെ വരിക. ഈശോ പറയുകയാണ്, നിങ്ങൾ ഈ ലോകത്തിൻ്റെ പിറകെ നടന്ന് ഈ ലോകത്തെ സ്വന്തമാക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് കാര്യം? നിങ്ങൾ എത്രമാത്രം ഈ ലോകത്തിൻ്റെ പിറകെ നടന്ന് ലോകത്തെ സ്വന്തമാക്കാൻ നോക്കുന്നുവോ അത്രയധികമായി നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കുകയാണ്. നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് നഷ്ടമാകുകയാണ്. നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ലാഭമാക്കി മാറ്റണമെങ്കിൽ, ജീവിതത്തെ നേടിയെടുക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ തന്നെ പരിത്യജിക്കുക. ഈ ലോകത്തിൻ്റെ സുഖങ്ങൾ പരിത്യജിക്കുക, സ്വന്തം താല്പര്യങ്ങൾ പരിത്യജിക്കുക, സ്വാർത്ഥത വേണ്ട എന്ന് വയ്ക്കുക, അഹങ്കാരമില്ലാതെ ജീവിക്കുക, എളിമയിൽ ജീവിക്കുക, നിങ്ങളെ തന്നെ ശൂന്യമാക്കുക. ഞാൻ എപ്രകാരമായിരിക്കുന്നുവോ അതുപോലെ ആയിരിക്കുക. എന്നിട്ട് എൻ്റെ പിറകെ വരിക. അപ്പോൾ നിങ്ങൾക്ക് ജീവൻ ലാഭമായി തീരും, ജീവൻ നേടിയെടുക്കാൻ സാധിക്കും. ഈശോയുടെ മനോഹരമായൊരു ചോദ്യമാണ്, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവ് അല്ലെങ്കിൽ അവൻ തന്നെ അവൻ്റെ ജീവൻ, അവൻ്റെ നിത്യജീവൻ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ജീവൻ അവന് നഷ്ടപ്പെട്ടാൽ അവനെന്താണ് പ്രയോജനമായിട്ടുള്ളത്? പ്രിയപ്പെട്ടവരെ, ഇതൊരു ജ്ഞാനവചനമാണ്. പലപ്പോഴും മനുഷ്യന് ഇല്ലാതെ പോകുന്ന ഒരു ജ്ഞാനം, ഓർക്കാതെ പോകുന്ന ഒരു ജ്ഞാനവചസ്സാണിത്. ലോകം മുഴുവൻ നേടിയിട്ടും ഞാൻ സമ്പത്ത് നേടി, കുടുംബം ഉണ്ടായി, നല്ല മാർക്കുണ്ടായി, നല്ല ജോലിയുണ്ടായി, വിവാഹം നടന്നു, മക്കളുണ്ടായി, പക്ഷേ ഈ ഓട്ടത്തിനിടയിൽ ഞാൻ ദൈവവുമായിട്ടുള്ള ബന്ധം വളർത്തിയെടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ദൈവരാജ്യത്തിനു വേണ്ടി ഒന്നും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല. അപ്പോൾ അവസാനത്തെ കണക്കെടുപ്പിൽ എൻ്റെ ജീവിതം നഷ്ടമായിട്ട് കണക്കാക്കപ്പെടും. അപ്പോൾ ഈശോ ഈ 2-ാം ദിവസം, ഈ യാത്രയുടെ ഈ 2-ാം ദിവസം നമ്മളെ ക്ഷണിക്കുന്നത് സ്വയം പരിത്യജിക്കുക. ഈശോ യാത്ര ചെയ്തതുപോലെ ആത്മപരിത്യാഗത്തിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്യുക. അങ്ങനെ ജീവൻ്റെ സമൃദ്ധിയിലേക്ക് പ്രവേശിക്കുക. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു നിമിഷം കണ്ണുകളടക്കാം. ഈ ചിന്ത നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഗമാക്കി മാറ്റാം. ഞാൻ എന്നെ തന്നെ പരിത്യജിക്കുമ്പോഴാണ്, ദൈവരാജ്യത്തെ പ്രതി ഞാൻ എന്നെ തന്നെ പരിത്യജിച്ച് വിട്ടുകൊടുത്ത് ഉപേക്ഷിച്ച് യാത്ര ചെയ്യുമ്പോഴാണ്, ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കുമ്പോഴാണ് ഞാൻ യഥാർത്ഥത്തിൽ
ലാഭമുണ്ടാക്കുന്നത്, ജീവൻ നേടിയെടുക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ രാത്രിയിൽ ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാം. സ്വയം പരിത്യജിക്കാനും ഈശോയെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിതയാത്ര ചെയ്യാനും കർത്താവ് നമ്മെ ഇപ്പോൾ അനുഗ്രഹിക്കുകയാണ്. ഈ ദിവ്യകാരുണ്യ ആശീർവാദം നമുക്ക് വേണ്ടി മാത്രമല്ല, ഈ ഭൂമിയുടെ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറുമുള്ള സകലർക്കും വേണ്ടി ആശീർവാദം സ്വീകരിക്കാം. കരുണതൻ കയർ ഈശോയേ, കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എല്ലാവർക്കും നല്ലൊരു രാത്രി, സുഖനിദ്രയുള്ള രാത്രി ആശംസിക്കുന്നു. നാളെ കൂടുതൽ ഉണർവോടുകൂടെ ഉണർന്നെഴുന്നേറ്റ് കർത്താവിൻ്റെ പിറകെ നടക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നാളെ വീണ്ടും ഈ സമയത്ത് ഈ വചന ശുശ്രൂഷയുമായി, ഈ ആരാധനയുമായി നമുക്ക് വീണ്ടും ഒരുമിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.